ഇവിടെ എവിടെയല്ലേ വീട് പറഞ്ഞു? ഇപ്പൊ പറഞ്ഞ വീട് അന്വേഷിക്കണമെങ്കിലൊന്നും ഒരാള് മനുഷ്യനും ഇല്ലല്ലോ. ഗണേശേട്ടാ, എന്താണ്ടാ കള്ളക്കളി? ഒന്നുമില്ല. അതാരാ? അത് ഗണേശേട്ടാ, ഞാനേ കഴിഞ്ഞ ആഴ്ച ഒരു പെണ്ണാണ് പോയിട്ട്. അപ്പൊ ഓരവിടുന്ന് അന്വേഷിക്കാൻ വന്ന. എന്നെ പറ്റി അന്വേഷിക്കാൻ വന്ന? എന്താ കൊണ്ട് കലക്കണോ? അയ്യോ, കലക്കല്ലിക്കളെ എങ്ങനെയൊന്നും ശരിയാക്കി തരുന്നത്. അത് ഞാൻ ശരിയാക്കി തരാ. അതാരാ? അത് ഓളെ അച്ഛനാ. ഏതാ? വെള്ള ഷർട്ട്. മറ്റേ താങ്കളെയാ. എന്റെ ഭാവി അളിയല്ലേ? ശരിയാക്കി തരണം. എന്തായാലും കറക്റ്റ് സമയത്ത് അവര് വന്നു കേട്ടോ. അവിടെ പീടി തുറന്നില്ല. അയാൾ ഇന്ന് തുറന്നില്ല. തുറന്നിട്ടുണ്ടാവും. ഇപ്പൊ ഇതും മുടങ്ങിണ്ടാവും. അത് ഞാൻ ശരിയാക്കി തരാം. അതിക്കൊന്ന് കൂടി അതെ, നമ്മള് പോകുമ്പോ അതിൻ്റെതായിട്ടുള്ളൊരു രീതിയിലൊക്കെ വേണം പോകാൻ. ഇതെങ്കിലും എന്താ വെച്ചാൽ ഞാനേ 8 ഏക്കർ കോൺക്രീറ്റിന്റെ പണി ഉണ്ടായിരുന്നു. അതൊക്കെ കൈ നേരെ അങ്ങോട്ട് പോണം. കുളിക്കാനൊന്നും പറ്റില്ല. കുറിയുണ്ടോ? കുറിയോ? അത് വേണടാ. ഇപ്പോഴത്തെ കാലത്തൊക്കെ ഉണ്ടെങ്കിലേ ശരിയാവുള്ളൂ. അടിപൊളിയുണ്ട്. ഇവിടെ നിന്ന് പോരാട്ടോ. ആരോ ഒരാൾ വരുന്നുണ്ടല്ലോ. നമസ്കാരം. നമസ്കാരം. ആരാ മനസ്സിലായില്ല? ഞങ്ങള് കുറച്ച് ദൂരെ നിന്നാണ്. ഓ, അതാണ് ഈ നാട്ടിലങ്ങനെ കണ്ടു പരിചയമില്ല. എന്തായിരുന്നു? ഞങ്ങള് മോളെ ഒരു കല്യാണാലോചനന്റെ ചെറിയൊരു അന്വേഷണമായിട്ട് ഇറങ്ങിയതാണ്. അതെയോ? ആരുടെ? നിങ്ങളെ മകളാണോ? അതെ. ആരാ? ആളാരാ? വിനു എന്നാ പറഞ്ഞത്. വിനു? വീട് പറഞ്ഞേ ഇവിടെ ഈ ഭാഗത്ത് വിനു. അലമ്പത്ത് പറമ്പത്താണോ വീട്ടുപേര്? അച്ഛൻ സെക്യൂരിറ്റി. അതെ സെക്യൂരിറ്റി. വിനു. ഓഹോ, അറിയോ? പച്ച വെള്ളം പോലെ അറിയാം. കൂടി ഒറ്റ പെൺതരിയാണേ. അത് ശരി. ഇതോ? അപ്പൊ 2 തരികളാണല്ലേ? ഞാൻ അങ്ങനെ പറയല്ലോ കേട്ടോ. നല്ല കുട്ടിയാ. വേണ്ടാത്ത ഒരു സംഭവങ്ങളും ഇല്ല. ഇപ്പോഴത്തെ ഗുണ്ടന്മാർക്കുണ്ടല്ലോ ഈ കള്ളുകൂടി, കഞ്ചാവ്, അങ്ങനത്തെ പരിപാടികള്. ഒരു സംഭവമില്ല. ഒരു പെണ്ണുങ്ങളെ മുഖത്ത് പോലും നോക്കൂല. ഉറപ്പാ? ഗ്യാരണ്ടിയാ? ഇതിപ്പോ നടന്നാലും ഇപ്പൊ മോളൊരു ഭാഗ്യമായിരിക്കും. നിങ്ങളെ ഭാഗ്യൊക്കെ ഞാൻ അങ്ങനെ പറയല്ല കേട്ടോ. അതായത് വീട് വിട്ടാ പണി, പണി വിട്ടാ വീട്. ഇതല്ലാത്തൊരു ചിന്ത ഈ കുട്ടി. പിന്നെ ഫുൾ ടൈം എന്റെ കൂടെയാണ് നടക്കണ. അതിന്റെ ഒരു ഗുണം കൂടെ ഉണ്ട്. നിങ്ങളെ കൂടെ ഉണ്ടാവണോ? കണ്ടേ നന്നായി. ധൈര്യമായിട്ട് കൊടുത്തോളേ. ഞാനതല്ല നമ്മളങ്ങനെ വേണ്ടാത്തൊരു ഇത് പറയില്ലല്ലോ. കാര്യം എന്താ പറയുക, ഇനിയിപ്പോ വേറെ അന്വേഷിക്കണം. വേറെ നിങ്ങൾ ആരോട് അന്വേഷിച്ചിട്ട് കാര്യമില്ല. ഓനെ പറ്റി നല്ല അഭിപ്രായമേ പറയുള്ളൂ. അതല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ ഗ്യാരണ്ടിയാന്ന്. ഇനിയിപ്പോ ഓനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് പോയ ഷാപ്പാ. അവിടെ ചെന്നിട്ട് കാട്രായി വിനുവിനെ ചോദിച്ചാൽ ആരും പറഞ്ഞുതരും.